ശ്രീ സി കെ വിദ്യാസാഗർ ഇന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, എന്നെ മുസ്ലിം വിരോധി എന്ന് പറഞ്ഞ് കത്തിച്ചാൽ ഞാൻ കത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രശ്നം സമുദായത്തോടുള്ള ലീഗിനോടാണ്. ലീഗ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി ഞങ്ങളെ ചതിച്ചു. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, മുമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഇതുവരെ സക്സസ് ആവാതിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണം കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടെടുത്താൽ സക്സസ് ആവുമോ? അത് സമുദായത്തിൽ വേര് പിടിക്കുമോ? എന്ത് തോന്നുന്നു? അത് സമുദായത്തിൽ ആ ടാക്ടിക്സ് സമുദായത്തിൽ വേര് പിടിപ്പിക്കുക വെള്ളാപ്പള്ളി നടേശന് അത്ര എളുപ്പമല്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഈ പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ എങ്ങനെ തൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, തൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സെൽഫ് ഡിഫെൻസാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അജണ്ട. അതിന് മാത്രം വലിയ പ്രശ്നങ്ങളുടെ അരക്കില്ലത്തിലാണ് അയാൾ വെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് അയാൾക്ക് എങ്ങനെ മോചനം, ആര് കൊടുക്കും, ആര് സംരക്ഷിക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ യാതൊരു ആത്മാർത്ഥതയില്ലായ്മയും അദ്ദേഹം ഈ പഴ്സ്യൂ ചെയ്യുന്ന ഈ നയങ്ങൾ, ഈ പ്രഖ്യാപനങ്ങൾ, ഈ കപട സമുദായ സ്നേഹം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഓവർ ദി ഇയേഴ്സ് ഈ സമുദായം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഈ സമുദായത്തെ വലിയ അളവിൽ ചൂഷണം ചെയ്യുന്ന ഒരു കുടുംബമായിട്ട് വെള്ളാപ്പള്ളിയുടെ കുടുംബം മാറിയിരിക്കുകയാണ്. SNDP യോഗവും SN ട്രസ്റ്റും എന്നൊക്കെ പറയുന്നത് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ട് കുടുംബ സ്വത്താക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതെല്ലാം സംരക്ഷിച്ച് നിർത്തണം. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കേസുകളിൽ നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണം ഉണ്ടാകണം. നാളുകളിൽ ആ സംരക്ഷണം എങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ കഴിയും എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന നിലപാട് എന്നതിനപ്പുറം ഇതിലൊന്നും യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്ന് ഈ കേരള സമൂഹത്തിലെ വിവരമുള്ള സകല മനുഷ്യന്മാർക്കും അറിയാം. ഈഴവർക്കും ശരിക്കറിയാം. പണ്ടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത്ര വിശ്വസനീയമായിരുന്നില്ല. ഇന്നിപ്പോൾ ഓവർ ദി ഇയേഴ്സ് ഈ സമുദായത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആരോ പറഞ്ഞതുപോലെ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെയൊക്കെ UDFിൻ്റെയൊക്കെ MLA-മാരിൽ ഈഴവരുടെ എണ്ണം സാമാന്യം ഭേദപ്പെട്ട നമ്പറുണ്ടായിരുന്നു. അദ്ദേഹം ജാതി പറഞ്ഞ് അവസാനത്തെ ഇലക്ഷനിൽ അതിൻ്റെ എണ്ണം ഒന്നാക്കിയെടുക്കാനാണ് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നത്. ഇവിടെ വിവിധ സമുദായങ്ങളിലെ അപ്പോൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നല്ല ഈഴവർക്ക് പോലും ഒരു പൊതുസമൂഹത്തിൽ ഈ വെള്ളാപ്പള്ളി പടച്ചുവിടുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി വളരെ ദൂഷ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയിലേക്ക് സമുദായ അംഗങ്ങളെ വളർത്തിവിടുക എന്നുള്ളതാണ് SNDP യോഗത്തിൻ്റെ ഒരു ലക്ഷ്യമാകേണ്ടത്. മറിച്ച് പൊതുസമൂഹത്തിൽ തന്നെ അദ്ദേഹം ഈഴവർക്ക് ചുറ്റും ഒരു വലിയ വേലി കെട്ടിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും നോക്കുമ്പോൾ അതൊരു വെള്ളാപ്പള്ളി ബ്രാൻഡാണ് എന്ന രീതിയിലേക്ക് പൊതുസമൂഹത്തിൽ ആളുകൾ ഈഴവരെ മനസ്സിലാക്കുകയാണ്. ഈഴവരുടെ നല്ല നേതാക്കളെ പോലും ആ രൂപത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. അത് സമുദായത്തിനും വളരെ ദോഷം ചെയ്യും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾ പരിശോധിച്ചോളൂ. എനിക്ക് തോന്നുന്നു പലയിടത്തും ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഒക്കെ ഉള്ള പ്രദേശത്ത് ഈഴവരായിട്ട് നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇവൻ വെള്ളാപ്പള്ളി മോഡലാണ് എന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ ഒരു പ്രചരണം അടിച്ചു വിട്ടാൽ ആ സമുദായങ്ങൾക്ക് അത് അരോചകമായി തോന്നുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയിലേക്ക് സമുദായങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഫുട്ബോളായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനം ഇന്ന് ആ സമുദായത്തിന് ചുറ്റും വേലി കെട്ടി ആ സമുദായത്തെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ആ സമുദായത്തിലെ നേതൃസ്ഥാനത്തേക്കൊക്കെ വളർന്നു വരുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് വിനാശകരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ സമുദായത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം. ഈ സമുദായത്തിന്റെ സമ്പത്ത് കവർന്നെടുക്കുന്നു എന്നുള്ള ആരോപണം അതവിടെ കിടക്കട്ടെ. അതിലും വലിയ ദ്രോഹമാണ് ഇന്ന് അദ്ദേഹം സമുദായത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.